അറബി പഠനം 13-ാം ഭാഗം. അല്ലമാഇറുൽ മുത്തസിലത്തു ബിൽ ഫിഅലിൽ മാലി, മാലിയായ ഫിഅലുകളോട് ചേർന്ന് വരുന്ന ലമീറുകൾ. അല്ലമാഇറുൽ മുത്തസില എന്ന് പറഞ്ഞാൽ മറ്റു പദങ്ങളുടെ കൂടെ ചേർന്ന് കൊണ്ടുവരുന്ന ലമീറുകൾക്കാണ് അല്ലമാഇറുൽ മുത്തസില എന്ന് പറയുന്നത്. അല്ലമാഇറുൽ മുൻഫസില നമ്മൾ പഠിച്ചിരുന്നു. അവ ഒറ്റയ്ക്ക് വരാൻ കഴിയുന്ന ലമീറുകളാണ്. അവയുടെ തന്നെ മറ്റൊരു രൂപമാണ് ഈ അല്ലമാഇറുൽ മുത്തസില എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാലിയ ഫിഇലിന്റെ തസ്രീഫാണ്, സർഫാക്കിയ രൂപമാണ്. ഫഅല, ഫഅല, ഫഅലു എന്നുള്ള ഈ 14 രൂപങ്ങൾ. ഇതിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള അക്ഷരങ്ങളാണ് അല്ലമാഇറുൽ മുത്തസില, മാലിയായ ഫീലിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകൾ. ഇവയുടെ ഒറിജിനൽ രൂപം അല്ലമാഇറുൽ മുൻഫസില എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച ഇവയാണ്. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന എന്നുള്ള ഈ 14 രൂപങ്ങൾ. ഈ ഹുവ എന്ന ലമീർ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ, മാലിയായ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ലമീറിനെ കാണുകയില്ല. അത് ഫഅല എന്നുള്ള ഫെയിലിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹിയ എന്ന ലമീറും മാലിയ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ലമീറിനെ കാണുകയില്ല. അത് ഫീലിന്റെ ഉള്ളിലുണ്ട്. ഇനി ഹുമ എന്നത് മാലിയ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ ഫഅല എന്നാകും. ഇത് ഫഅല. മറ്റൊരു ഫീലിന്റെ കൂടെയാണെങ്കിൽ കതബയുടെ കൂടെയാണെങ്കിൽ കതബ, ജലസയുടെ കൂടെയാണെങ്കിൽ ജലസ, അതേ രൂപത്തിൽ ആകുന്നതാണ്. ഇനി ഹും എന്ന ലമീർ ഫീലിന്റെ കൂടെ, ഫീൽ മാലിയുടെ കൂടെ ചേരുകയാണെങ്കിൽ ഫഅലു എന്നാകും. ഹിയ എന്നത് ഫീലുൽ മാലിയുടെ കൂടെ ചേരുകയാണെങ്കിൽ ഹിയ എന്ന ലമീർ നമ്മൾ പുറത്ത് കാണുകയില്ല, പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അത് ഫഅലത്ത് എന്ന ഈ ഫീലിന്റെ ഉള്ളിലുണ്ട്. ഈ ത് എന്നത് ലമീറാണോ? ഇത് ലമീറല്ല, ഇത് അലാമത്തു തഅനീസാണ്. അതായത് സ്ത്രീലിംഗത്തിന്റെ അടയാളമാണ് ത് എന്ന ഈ അക്ഷരം. ഇനി ഹുമ എന്ന ലമീർ ഫീലിന്റെ കൂടെ ചേരുമ്പോൾ ഫഅലത്ത എന്നാകും. ഈ അലിഫാണ് ഇവിടെ ലമീർ മുത്തസില. ഇവിടെയും അതേപോലെ തന്നെ ഹുമ എന്നത് അലിഫാണ്, ഇവിടെയും അലിഫാണ്. ഹുന്ന എന്നത് ഫഅൽന എന്നാകും. അതേപോലെ അൻത എന്നത് ഫീലുൽ മാലിയുടെ കൂടെ ചേരുമ്പോൾ ഫഅൽത എന്നാകും. അൻത എന്ന ലമീർ ത എന്ന് മാത്രമാകും. അൻതുമ എന്നത് ഫഅൽതുമ എന്നാകും. അൻതും എന്നത് ഫഅൽതും. അൻതി ഫഅൽതി. അൻതുമ ഫഅൽതുമ. അൻതുന്ന ഫഅൽതുന്ന. അന ഫഅൽതു. നഹ്നു ഫഅൽന. അപ്പോൾ ഈ ലമീറു മുൻഫസിലിന്റെ അതേ അർത്ഥം തന്നെയാണ് ഈ ലമീറു മുത്തസിലിൻ്റെതും. ഹുമ അവർ രണ്ടുപേരാണ് അല്ലേ. ഫഅല അവർ ചെയ്തു, അവർ രണ്ടുപേർ ചെയ്തു. ഹും അവർ. ഫഅലു എന്ന് പറഞ്ഞാലോ ഇവിടെ ഈ വാവിന്റെ അർത്ഥം എന്താണ്? അവർ എന്നാണ്. ഫഅല ചെയ്തു, ഫഅലു അവർ ചെയ്തു, ഹും അവർ. അതേപോലെ അൻത നീ എന്നാണ് അർത്ഥം. ഫഅൽത എന്നായാൽ ഈ ത എന്നത് നീ എന്നുള്ള അർത്ഥമാണ്. ഫഅൽത നീ ചെയ്തു. ഇനി ഈ ഓരോ ലമീറുകൾക്കും, ലമീർ മുത്തസിലിനും പേരുകളുണ്ട്. അവ എന്താണെന്ന് നോക്കാം. അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅത്ത്, നൂനു നിസ്വ, അത്താഉൽ മുതഹരിക്കത്തു, ന അദ്ദാലത്തു അലൽ ഫാഇലി. ഇവയാണ് മാലിയ ഫീലിനോട് ചേർന്ന് വരുന്ന ലമീറുകൾ. ആ ലമീറുകളുടെ പേരുകൾ ഇവയൊക്കെയാണ്. 5 ലമീറുകളാണുള്ളത്. അലിഫുൽ ഇസ്നൈനി ഏതാണെന്ന് നോക്കാം. ഫഅല, ഫഅലത്ത എന്നിവയിലെ ഈ അലിഫിനാണ് അലിഫുൽ ഇസ്നൈനി എന്ന് പറയുന്നത്. ഇനി വാവുൽ ജമാഅത്ത് ഏതാണ്? ഫഅലു എന്നതിലെ വാവിനാണ് വാവുൽ ജമാഅത്ത് എന്ന് പറയുന്നത്. വാവുൽ ജമാഅത്തിന്റെ ശേഷം ഒരു അലിഫ് കാണാം. ഈ അലിഫിന്റെ പേരാണ് അലിഫുൽ ഫാരിഖ. എന്തിനാണ് ഇത് ഇടുന്നത്? ഈ വാവ് ഫെയിലിൽ ഓൾറെഡി ഉള്ള വാവാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, അതായത് ഇത് വാവുൽ ജമാഅത്താണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് വാവുൽ ജമാഅത്തിന്റെ ശേഷം അലിഫ് ഇടുന്നത്. അപ്പോൾ ഫിഇലുൽ മാലിയുടെ കൂടെ വാവുൽ ജമാഅത്ത് ചേർന്നാൽ അതിനുശേഷം അലിഫ് ചേർക്കൽ നിർബന്ധമാണ്. ഇനി നൂനുൻ നിസ്വ ഏതാണ്? നൂനുൻ നിസ്വ ഫഅൽന എന്നതിലെ നൂനാണ് നൂനുൻ നിസ്വ. അത്താഉൽ മുതഹരിക്കത്ത് ഇതിന് താഉൽ ഫാഇൽ എന്നും പറയും.
താഉൽ മുതഹരിക്കത്ത് കുറേ ഉണ്ട്. ഫഅൽത, ഫഅൽതി അങ്ങനെയുള്ള ഇവിടെയൊക്കെ കാണുന്ന ഈ ചുവന്ന നിറത്തിലുള്ള ത ഒക്കെ താഉൽ മുതഹരിക്കത്താണ്. ഇത് ഇവിടെ ഫത്ഹായിക്കൊണ്ട് ത എന്ന് വരും, ഇവിടെ തി, ബാക്കിയുള്ളിടത്തൊക്കെ തു എന്നാണ്. അപ്പോൾ ഫഅൽത നീ ചെയ്തു, ഫഅൽതി നീ ചെയ്തു, ഫഅൽതു ഞാൻ ചെയ്തു, ഫഅൽതുമ നിങ്ങൾ രണ്ടുപേർ അല്ലെ. ഇവിടെ ഫഅൽതുമ എന്നതിൽ അവസാനം ഒരു മ എന്ന് കാണുന്നുണ്ട്. ഇവിടെ തു എന്നതാണ് ലമീർ, മ എന്നത് എന്താണ്? മ എന്നത് അലാമത്തു തസ്നിയത്താണ്, അതായത് മുസന്നയുടെ ദ്വിവചനത്തിന്റെ അടയാളമാണ് മ എന്നത്. അതുകൊണ്ട് ഫഅൽതുമ നിങ്ങൾ രണ്ടുപേർ ചെയ്തു എന്ന് പറയുമ്പോൾ ഫഅൽതു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു മായും കൂടെ അതിന്റെ കൂടെ വേണം. ഫഅൽതുമ എന്ന് തന്നെ പറയണം. ഇവിടെയും അതേപോലെ തന്നെ ഇതെന്താണ്? ഈ മീമ് ജമ്മു തദ്കീറിന്റെ അടയാളമാണ്. അതേപോലെ ഈ നൂന് ജമ്മു തഅനീസിന്റെ അടയാളമാണ്. ഫഅൽതും ഫഅൽതുന്ന നിങ്ങൾ ചെയ്തു എന്ന് പുരുഷന്മാരോട് പറയണമെങ്കിൽ ഫഅൽതും എന്ന് പറയണം. നിങ്ങൾ ചെയ്തു എന്ന് സ്ത്രീകളോട് പറയണമെങ്കിൽ ഫഅൽതുന്ന എന്ന് തന്നെ പറയണം. ഓക്കെ, ഇനി ന അദ്ദാലത്തു അലൽ ഫാഇലി, അത് ഫഅൽന എന്നതിലെ ന എന്നതാണ് ന അദ്ദാലത്തു അലൽ ഫാഇലി. അപ്പോൾ ഇവയാണ് ലമാഇറുൽ മുത്തസില, ഫിഇലുൽ മാലിയുടെ കൂടെ ചേരുന്ന മുത്തസിലായ ലമീറുകളാണ് അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅത്ത്, നൂനുൻ നിസ്വ, അത്താഉൽ മുതഹരിക്കത്ത്, ന അദ്ദാലത്തു അലൽ ഫാഇലി എന്നിവ. ഈ ലമീറുകളൊക്കെ റഫ്ഇന്റെ ലമീറുകളാണ്. ഇനി നസ്ബിന്റെ ലമീറുകൾ, മാലിയ ഫിലിന്റെ കൂടെ തന്നെ ചേർന്ന് വരുന്ന നസ്ബിന്റെ ലമീറുകൾ വേറെയുണ്ട്. അപ്പോൾ എന്താണ് റഫ്ഇന്റെ ലമീർ, എന്താണ് നസ്ബിന്റെ ലമീർ എന്നതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം.